സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഒരുപാട് സന്തോഷം. ഞാൻ വന്നപ്പോൾ തന്നെ ശരിക്കും ഉദ്ഘാടനം തുടങ്ങി. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ അല്പം വൈകി പോയോ എന്നൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ചെറിയ വാവ 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്താൾ ആവണി 6th പഠിക്കുന്നു, സ്കൂളിലേക്ക് പോയി. രണ്ടാമത്തെ ആള് 1.5 വയസ്സ് ആയി, ആത്വിക. അപ്പൊ ആള് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പം കരഞ്ഞു. എന്നെ കണ്ട് ഞാനിങ്ങനെ ഒരുങ്ങിയപ്പോ മനസ്സിലായി എവിടെയോ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഭാവിയായിട്ടാണ് പുറപ്പെട്ടത്. പക്ഷെ തൊട്ടപ്പുറത്തെ ലുലുമോൾ കാത്തുരക്ഷിച്ചു. അവിടുത്തെ കളിക്കുന്ന ഏരിയയിൽ അവളെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ വന്നത്, അവളെ ഹസ്ബൻഡിനെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു അല്പം ലേറ്റ് ആയത്. അതുകൊണ്ട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷം. കാരണം ജേക്കോ ജ്വല്ലറി എന്ന് പറയുന്നത്, നമുക്ക് ജ്വല്ലറിന്ന് കേൾക്കുമ്പോൾ ചില സമയത്ത് സ്വർണം വില കൂടുന്നു, വാങ്ങാൻ പറ്റുമോ ആശങ്കയാണ്. പക്ഷെ എന്നാൽ ജ്വല്ലറി ഇടാൻ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേരും. വാങ്ങി വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ജേക്കോ ജ്വല്ലറി. കാരണം പരസ്യവാചകം പോലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറി എന്ന് പറയുമ്പോഴും ശരിക്കും വെഡിങ് സെറ്റ് പോലും 1 lakhന് തുടങ്ങുന്നു എന്നുള്ളതാണ്. 1 ലക്ഷം. തമിഴില് ഞാൻ അഭിനയിച്ച ചിത്ത എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ എനിക്കാണ് അവാർഡ് കിട്ടിയത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ആൻഡ് അതിലുപരി എൻ്റെ മൂത്ത മകൾ ആവണി ഇപ്പോൾ ഒരുപാട് സിനിമകളിലായി അഭിനയിക്കുന്നു. ഒടുവിൽ അഭിനയിച്ച ഫിനിക്സ് എന്ന ചിത്രത്തില് അജു വർഗീസിന്റെ മൂത്ത മകളായിട്ടാണ് ആവണി ചെയ്തത്. അവൾക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള 2 അവാർഡ് ഫിനിക്സ് എന്ന സിനിമയിലൂടെ കിട്ടി. അപ്പോൾ അവാർഡുകളുടെ ഒരു ഘോഷയാത്രയാണ് വീട്ടില്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. നല്ല നല്ല ഇതുപോലെയുള്ള വേഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ചിത്ത എന്ന് പറയുന്ന മൂവി തീർച്ചയായിട്ടും ഏതൊരാളും കണ്ടിരിക്കേണ്ട സിനിമയായിരുന്നു. ഏറ്റവും മനോഹരമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇവിടെ ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ കൂടെ സ്റ്റേജിലുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിൽ പെൺമക്കളുണ്ട്. അവരെല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അത് മാം പറയണം, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയും നല്ലൊരു സിനിമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാൻ അതിന്റെ ഒരു പാർട്ടായി ഞങ്ങളും താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിനി ആ 10 പേരിൽ ഓരോരുത്തരെ കണ്ടുപിടിക്കാം അല്ലേ? യെസ് മാം, പ്ലീസ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കാൻ പോവാണ്. 10 ഭാഗ്യശാലികൾക്കാണ് നമ്മൾ സ്വർണ്ണ മോതിരം സമ്മാനമായിട്ട് നൽകുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ സ്വർണത്തിനിങ്ങനെ വില എത്രയാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഉയരത്തിൽ നിൽക്കുന്ന സമയത്താണ് 10 പേർക്ക് സ്വർണ്ണ മോതിരം എന്ന് ഇവിടെ നമ്മൾ സമ്മാനമായിട്ട് ജേക്കോ ജ്വൽസ് നൽകുന്നത്. അപ്പോൾ ഈ 10 സ്വർണ്ണ മോതിരങ്ങൾ ആർക്കൊക്കെയാണ് ഇന്നത്തെ ഇവിടെ നിൽക്കുന്ന 10 ഭാഗ്യശാലികൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം. ഷഫ്നാഥ് കോട്ടപ്പറമ്പിൽ. നമുക്ക് വീഡിയോ എടുക്കാൻ വന്നതിൽ ഒരാൾക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ആത്മാർത്ഥമായി സന്തോഷിച്ച് തന്നെയാണ് പോയത്. നമ്മൾക്ക് കൊടുത്തവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി വേദിയിൽ നിൽക്കുന്നവർക്കും ജേക്കോ ജ്വല്ലറിയുടെ പിന്നിലുള്ളവർക്കും സ്ഥാപന ഉടമകൾക്കും നമ്മുടെ ആങ്കർ ബബിതയ്ക്കും നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും, എടപ്പള്ളിയിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീഡിയക്കാർക്കും കേട്ടോ, നിങ്ങളെല്ലാവരും നമ്മളെ ബാക്ക് സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ചേട്ടന്മാർക്കും.